ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, അല്ലെങ്കിൽ ഡയറക്റ്റ് നറേഷൻ, ഇൻഡയറക്റ്റ് നറേഷൻ. ഒരാൾ പറഞ്ഞ കാര്യം നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നാമത്തേത്, അയാൾ എങ്ങനെയാണോ പറഞ്ഞത് യാതൊരു മാറ്റവുമില്ലാതെ അതേപോലെ തന്നെ പറയാം. ഇതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇത്തരത്തിൽ പറയുമ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ ഇൻവേർട്ടഡ് കോമയിലാണ് പറയുക. ഉദാഹരണത്തിന്, ഹീ സെഡ് ഐ ലൈക്ക് കോഫി. ഹീ സെഡ് ഐ ലൈക്ക് കോഫി. ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം അവൻ പറഞ്ഞു എനിക്ക് കോഫി ഇഷ്ടമാണ്. ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? എന്നെയാണോ? അല്ല, അവനെ തന്നെയാണല്ലേ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരാൾ പറഞ്ഞ കാര്യം യാതൊരു വ്യത്യാസവും വരുത്താതെ ആവർത്തിക്കുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, അയാൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞ കാര്യം ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഹീ സെഡ് കോമ ഐ ലൈക്ക് കോഫി. ഐ ലൈക്ക് കോഫി എന്നുള്ളത് അയാൾ പറഞ്ഞ അതേ വാചകമാണ്. അതിനെ ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതേ കാര്യം മറ്റൊരു രീതിയിലും പറയാം. ഹീ സെഡ് ദാറ്റ് ഹീ ലൈക്ഡ് കോഫി. ഹീ സെഡ് ദാറ്റ് ഹീ ലൈക്ഡ് കോഫി. ഇവിടെ അയാൾ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ആവർത്തിക്കാതെ അതേ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്നാൽ ഇവിടെ ലൈക്ക് എന്നതിന് പകരം ലൈക്ഡ് V2ലാണ് പറഞ്ഞത്. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് സ്പീച്ചിന് രണ്ട് ഭാഗങ്ങളുണ്ട്, റിപ്പോർട്ടിംഗ് വെർബും റിപ്പോർട്ടഡ് സ്പീച്ചും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. ഹീ സെഡ് ഐ ലൈക്ക് കോഫി. ഹീ സെഡ് ഐ ലൈക്ക് കോഫി. ഇവിടെ കോമയ്ക്ക് മുന്നേ ഒരു ഭാഗവും കോമയ്ക്ക് ശേഷം ഇൻവെർട്ടഡ് കോമയിൽ ഇനിയൊരു ഭാഗവുമാണുള്ളത്. സെഡ് അല്ലെങ്കിൽ ഹീ സെഡ് ഒന്നിച്ചു വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇതിനെയാണ് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഐ ലൈക്ക് കോഫി എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ആദ്യത്തെ ഭാഗം ഹീ സെഡ് റിപ്പോർട്ടിംഗ് വേർബും ഐ ലൈക്ക് കോഫി എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചുമാണ്. ഹീ ആസ്ക്ഡ് മീ ക്യാൻ യു സിങ്. ഹീ ആസ്ക്ഡ് മീ ക്യാൻ യു സിങ്. ഇവിടെ ഹീ ആസ്ക്ഡ് മീ എന്നുള്ളത് റിപ്പോർട്ടിംഗ് വേർബും ക്യാൻ യു സിങ് എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചുമാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത് എന്നതാണ്. സെൻറ്റൻസുകളെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. എങ്ങനെയുള്ള സെൻറ്റൻസുകളെ? പൊതുവെ സെൻറ്റൻസുകളെ 4ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്: ഡിക്ലറേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇൻറ്ററഗേറ്റീവ്, ഇംപെറേറ്റീവ് സെൻറ്റൻസിൽ. അതായത് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പാണെന്ന് അറിയണം. സെൻറ്റൻസുകളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ടൈപ്പും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ റിപ്പോർട്ടിംഗ് വേർബിൻ്റെ കാര്യം പറയാം. ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പറയുന്നത് റിപ്പോർട്ടിംഗ് വേർബിൻ്റെ ആണ്, റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ അല്ല. ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലും സെഡ് തന്നെയായിരിക്കും. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് ടു മീ എന്നാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ടോൾഡ് മീ എന്നായിരിക്കും. ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് ടു മീ എന്നാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ടോൾഡ് മീ എന്നായിരിക്കും. ഡയറക്റ്റ് സ്പീച്ചിൽ സേസ് എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിൽ സേസ് എന്ന് തന്നെയായിരിക്കും. ഇനി ഡയറക്റ്റിൽ സേസ് ടു മീ എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിൽ ടെൽസ് മീ എന്നായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് ആണെങ്കിൽ ഇൻഡയറക്റ്റിൽ സെഡ് തന്നെയായിരിക്കും. ഡയറക്റ്റിൽ സെഡ് ടു മീ എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിൽ ടോൾഡ് മീ എന്നായിരിക്കും. ഡയറക്റ്റിൽ സെയ്സ് എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിൽ സെയ്സ് എന്ന് തന്നെയായിരിക്കും.
ഡയറക്റ്റിൽ സേയ്സ് ടു മീ എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിൽ ടെൽസ് മീ എന്നായിരിക്കും. സാധാരണ ടെല്ലിനും ടോൾഡിനും ശേഷം ടു ഉപയോഗിക്കാറില്ല. എക്സാമ്പിൾസ് നോക്കാം. ഷീ സെഡ് ആം എ ടീച്ചർ. ഷീ സെഡ് ആം എ ടീച്ചർ. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ്, ഞാൻ മൊത്തത്തിലല്ല പറയുന്നത്, റിപ്പോർട്ടിംഗ് വേർബിൻ്റെ കാര്യം മാത്രമാണ്. റിപ്പോർട്ടിംഗ് വേർബ് ഷീ സെഡിൽ സെഡ് എന്നുള്ളതാണ്. സെഡ് തന്നെയാണെങ്കിൽ ഇൻഡയറക്റ്റിലും സെഡ് തന്നെയായിരിക്കും അല്ലേ. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് എ ടീച്ചർ. ഷീ സെഡ് ടു മീ ആം എ ടീച്ചർ. ഷീ സെഡ് ടു മീ ആം എ ടീച്ചർ. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് ടു മീ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റിൽ ടോൾഡ് മീ എന്നാകും. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് എ ടീച്ചർ. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് എ ടീച്ചർ. ഷീ സേസ് ആം എ ടീച്ചർ. ഷീ സേസ് ആം എ ടീച്ചർ. ഡയറക്റ്റിൽ സേസ് എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിലും റിപ്പോർട്ടിംഗ് വേർബ് സേസ് എന്ന് തന്നെയായിരിക്കും. ഷീ സേസ് ദാറ്റ് ഷീ ഈസ് എ ടീച്ചർ. ഷീ സേസ് ദാറ്റ് ഷീ ഈസ് എ ടീച്ചർ. ഷീ സേസ് ടു മീ ആം എ ടീച്ചർ. ഷീ സേസ് ടു മീ ആം എ ടീച്ചർ. സേസ് ടു മീ എന്നുള്ളത് ടെൽസ് മീ. ഷീ ടെൽസ് മീ ദാറ്റ് ഷീ ഈസ് എ ടീച്ചർ. ഷീ ടെൽസ് മീ ദാറ്റ് ഷീ ഈസ് എ ടീച്ചർ. ഇതിൽ നിന്നും റിപ്പോർട്ടിംഗ് വേർബിൽ വന്ന മാറ്റം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി ഈ എല്ലാ സെൻറ്റൻസിലും നോക്കിയേ. ഡയറക്റ്റിൽ കോമ എഴുതിയിരുന്നിടത്തെല്ലാം ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ കോമ എന്നുള്ളത് മാറ്റി അവിടെ നമ്മൾ ദാറ്റ് എന്ന് എഴുതും. നേരത്തെ പറഞ്ഞിരുന്നു ഡയറക്റ്റ് സ്പീച്ചിന് 2 ഭാഗങ്ങളുണ്ട്, റിപ്പോർട്ടിംഗ് വേർബും റിപ്പോർട്ടഡ് സ്പീച്ചും. റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസിനും മാറ്റമില്ല. ഏത് ടെൻസിലാണോ ഡയറക്റ്റ് സ്പീച്ച് ആ ടെൻസിൽ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചും ഉപയോഗിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ഡയറക്റ്റ് സ്പീച്ചിലെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടെൻസിന് മാറ്റമില്ല. ഹീ സേസ് ടു മീ ഐ എം എ മ്യൂസിഷ്യൻ. ഹീ സേസ് ടു മീ ഐ എം എ മ്യൂസിഷ്യൻ. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലാണല്ലേ, സേസ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുന്നില്ല. ഹീ ടെൽസ് മീ ദാറ്റ് ഹീ ഈസ് എ മ്യൂസിഷ്യൻ. ഹീ ടെൽസ് മീ ദാറ്റ് ഹീ ഈസ് എ മ്യൂസിഷ്യൻ. സേസ് ടു മീ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ടെൽസ് മീ എന്നാകും. ഐ ആം എ മ്യൂസിഷ്യൻ എന്നുള്ളത് ഹീ ഈസ് എ മ്യൂസിഷ്യൻ. ആദ്യം പറയുന്നതും പ്രസൻറ്റ് ടെൻസിലാണ്, ഇൻഡയറക്റ്റിലും പ്രസൻറ്റ് ടെൻസിൽ തന്നെ. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഹീ സെഡ് ഐ ഹാവ് ലോസ്റ്റ് മൈ ബുക്ക്. ഹീ സെഡ് ഐ ഹാവ് ലോസ്റ്റ് മൈ ബുക്ക്. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ലോസ്റ്റ് ഹിസ് ബുക്ക്. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ലോസ്റ്റ് ഹിസ് ബുക്ക്. ഇവിടെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയപ്പോൾ ഹാഡ് പ്ലസ് V3 ആയല്ലേ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉണ്ടായിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി. കാരണം അതിൻ്റെ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് എന്നുള്ളതാണ് പാസ്റ്റ് ടെൻസിൽ. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരും. റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുന്നില്ല. എന്നാൽ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരുത്തിയാണ് ഉപയോഗിക്കുക. ഓരോ ടെൻസിനും എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് V1 അല്ലേ. ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റ് V2ലേക്ക് മാറും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ING, അത് പാസ്റ്റ് കണ്ടിന്യൂസ്. വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു ഹാഡ് പ്ലസ് V3. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുന്നു. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി എന്നുള്ളത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. ഇനി ക്വസ്റ്റ്യൻ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് V2, പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3യിലേക്ക് മാറുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജിയിലേക്ക് മാറും. ഇനി ക്വസ്റ്റ്യൻ പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ടെൻസിന് മാറ്റമില്ല, പാസ്റ്റ് പെർഫെക്റ്റിൽ തന്നെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ തന്നെ. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്. പാസ്റ്റ് പെർഫെക്റ്റിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും മാറ്റമില്ല. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ ക്യാൻ, ഷാൽ, മേ, വിൽ എന്നീ വാക്കുകളാണെങ്കിൽ കുഡ്, ഷുഡ്, മൈറ്റ്, വുഡ് എന്നിങ്ങനെയായി മാറും. സാധാരണ ഡയറക്റ്റ് സ്പീച്ചിൽ മസ്റ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റിൽ ഹാഡ് ടു എന്നാണ് ഉപയോഗിക്കുക. ഹീ സെഡ് ഐ മസ്റ്റ് ഗോ. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ടു ഗോ. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിലെ മസ്റ്റ് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ ഹാഡ് ടു. ഡയറക്റ്റ് സ്പീച്ചിലെ പ്രോനൗൺസിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ മാറ്റം വരുത്തിയാണ് ഉപയോഗിക്കുക. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഡയറക്റ്റ് സ്പീച്ചിൽ ടൈം ആൻഡ് ടെൻസ് കാണിക്കുന്ന വേർഡ്സിനെ ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഉപയോഗിക്കുന്നത്. കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇവിടെ നോക്കിയേ, ഡയറക്റ്റ് സ്പീച്ചിൽ ദിസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ദാറ്റായി മാറും. ദീസ് എന്നുള്ളത് ദോസായി മാറും. ഹിയർ ധർ, നൗ ധെൻ, എഗോ ബിഫോർ, ദസ് സോ, ടുഡേ ദാറ്റ് ഡേ, ടുമോറോ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോവിങ് ഡേ, നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്നുള്ളത് ദ ഫോളോവിങ് വീക്ക് അല്ലെങ്കിൽ ദ ഫോളോവിങ് ഇയർ, യെസ്റ്റർഡേ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ, ലാസ്റ്റ് നൈറ്റ് ദ പ്രീവിയസ് നൈറ്റ്, എ ഇയർ എഗോ, എ ഇയർ ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് ഇയർ. ഓരോ ടൈപ്പ് സെൻറ്റൻസും ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ എഴുതുക. എല്ലാ റൂൾസും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ അതത് ടെൻസ് മാറ്റുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് നറേഷൻ, ഇൻഡയറക്റ്റ് നറേഷൻ. ഒരാൾ പറഞ്ഞ കാര്യം യാതൊരു മാറ്റവും ഇല്ലാതെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അത് ഡയറക്റ്റ് സ്പീച്ച്. അർത്ഥത്തിൽ വ്യത്യാസമില്ലാതെ മാറ്റങ്ങൾ വരുത്തി പറയുന്നതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സ്പീച്ചിന് 2 പാർട്സുകളാണ് ഉള്ളത്, റിപ്പോർട്ടിംഗ് വേർബും റിപ്പോർട്ടഡ് സ്പീച്ചും. റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റമൊന്നും വരില്ല. എന്നാൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ചോദ്യത്തിനനുസരിച്ച് ടെൻസിൽ മാറ്റം വരും. അപ്പോൾ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.